ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സ്ത്രീയും പുരുഷനുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സന്തോഷകരമായ സാഹചര്യങ്ങളുണ്ടല്ലോ. അതിനകത്ത് ഏറ്റവും പ്രധാനം ലൈംഗികതയാണ്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പല അസംതൃപ്തികളുമുണ്ട്. സ്ത്രീക്കും പുരുഷനും സ്വാഭാവികമായിട്ടുള്ളൊരു ആകർഷണമുണ്ടല്ലോ. ഈ ആകർഷണം പങ്കാളികൾക്കിടയിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ കുറഞ്ഞു വരുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട്. എന്നുവെച്ചാൽ പങ്കാളികൾ തമ്മിൽ ബന്ധപ്പെടുന്നതിന് ഒരു മടുപ്പ് വരുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു വിരക്തി വരുന്നതിൻ്റെ സൂചനകൾ കുറച്ച് നാൾ മുമ്പേ അറിയാൻ പറ്റും. എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട സൂചന എന്താണെന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള ആശയവിനിമയത്തിനകത്ത് ഒരു പ്രത്യേകത വരുന്നുണ്ട്. നേരത്തെ ഉള്ള പോലെ അല്ല കാര്യങ്ങൾ പറയുന്നതും പ്രതികരിക്കുന്നതും ഒക്കെ തന്നെ ഒരു മാറ്റം വരുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരാളിൻ്റെ അഭിപ്രായത്തോട് യോജിക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നു, പരസ്പരം കുറ്റപ്പെടുത്താനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നു. നേരത്തെ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ കുറച്ചൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കാര്യങ്ങളെയൊക്കെ അങ്ങ് ഗൗരവത്തോടെ കാണുന്നു. എന്നുവെച്ചാൽ ക്ഷമിക്കാൻ കൂടുതൽ പ്രയാസം വരുന്നു രണ്ടു പേർക്കും. നേരത്തെ എന്ന് പറഞ്ഞ ഒരു പിണക്കം വന്നാൽ എങ്ങനെയെങ്കിലും ഇണങ്ങണമെന്നുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു രണ്ടു പേരുടെയും മനസ്സിന്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു പിണക്കം വന്നാൽ ഇണങ്ങാനായിട്ട് കൂടുതൽ സമയമെടുക്കുന്നു. അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്നതിന് ഒരു മടുപ്പ് വരുന്നു. നേരത്തെ എന്ന് വെച്ചാൽ രണ്ടു പേരുടെയും മനസ്സിൽ ഇന്ന് വൈകിട്ട് ബന്ധപ്പെടണമല്ലോ, അതുകൊണ്ട് ഇണങ്ങണമല്ലോ, ഇണക്കണമല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇണങ്ങുമായിരുന്നു. പങ്കാളികൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംതൃപ്തമായിട്ടുള്ള ലൈംഗികത ലഭിക്കുകയാണെങ്കിൽ അവർ പല കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്യും. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ആ പേരും പറഞ്ഞ് അല്ലെങ്കിൽ ആ പിണക്കത്തിൻ്റെ പേരും പറഞ്ഞ് ആ ഒരു പ്രോഗ്രാം ഒഴിവാക്കാൻ പറ്റിയല്ലോ അല്ലെങ്കിൽ പറ്റുമല്ലോ എന്ന ചിന്തയാണ്. ഒന്നുകിൽ ഇത് രണ്ടു പേർക്കും തോന്നാം, അല്ലെങ്കിൽ ഇത് ആർക്കെങ്കിലും ഒരാൾക്കായിരിക്കും കൂടുതലായിട്ട് തോന്നുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്താണെന്ന് വെച്ചാൽ രണ്ടു പേരും തമ്മിലുള്ള ആകർഷണം കുറയുന്നു, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നന്നായിട്ട് കുറയുന്നു. നേരത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലായിരുന്നു. ഒരാളെ എങ്ങനെയൊക്കെ തൃപ്തിപ്പെടുത്താം ആ രീതിയിലൊക്കെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു പേരും. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു രണ്ടുപേരും. ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുന്നു, ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നു, ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, അതുപോലെ തമാശ പറയുന്നു. മൊത്തത്തിൽ സന്തോഷകരമായ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ മറ്റേ ആളിൻ്റെ ഫീലിങ്സിന് ഇപ്പോൾ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. സംതൃപ്തിപ്പെടുത്താനായിട്ട് കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല. അതുപോലെ ഞാൻ ഈ പറയുന്ന ഓരോ ലക്ഷണങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ചില കാരണമുണ്ട് കേട്ടോ. അതുപോലെ പങ്കാളി ഇല്ലാതെ മറ്റ് ഓൾട്ടർനേറ്റീവായിട്ടുള്ള മെത്തേഡ് കണ്ടെത്താൻ ശ്രമിക്കുന്നെങ്കിൽ, മറ്റ് ഓപ്ഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്നെങ്കിൽ അത് പങ്കാളിയോടുള്ള താല്പര്യക്കുറവാണ്. എന്ന് വെച്ചാൽ ലൈംഗികതയോട് താല്പര്യമുണ്ട്, പക്ഷേ പങ്കാളിയോട് താല്പര്യം കുറയുന്നു. ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും അതിൻ്റേതായിട്ടുള്ള കാരണമുണ്ട്. ചില സ്ത്രീകളെ സംബന്ധിച്ച് പങ്കാളിയിൽ നിന്ന് സംതൃപ്തി കിട്ടിയില്ലെങ്കിലും മറ്റ് പല മെത്തേഡുകൾ കൂടിയും സംതൃപ്തി കണ്ടെത്തുന്നവരാണ്. അതുപോലെ തുടർച്ചയായിട്ട് എന്തെങ്കിലും കാരണം പറഞ്ഞ് എന്തെങ്കിലും തിരക്കുകൾ പറഞ്ഞ് ഇത് ഒഴിവാക്കുന്നത് ഇതിൻ്റെ മറ്റൊരു സൂചനയാണ്. ഇത് അതിനോടുള്ള ഒരു താല്പര്യക്കുറവാണ് കാണിക്കുന്നത്. കാരണം എത്ര തിരക്കുള്ളയാളാണെങ്കിലും ഇഷ്ടമുള്ള കാര്യം, ആവശ്യമുള്ള കാര്യം ചെയ്യാനായിട്ട് സമയം കണ്ടെത്തും കേട്ടോ. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, പങ്കാളികൾ രണ്ടു പേരും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ലൈംഗികത ഒഴിവാക്കാനായിട്ട് അബോധപൂർവം എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്യുന്നു. എന്ന് വെച്ചാൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനഃപൂർവ്വം പറഞ്ഞ് ഇതൊഴിവാക്കാനായിട്ട് നോക്കുന്നു. അന്യ സ്ത്രീ പുരുഷന്മാരോടുള്ള ഇഷ്ടം കൊണ്ട് പങ്കാളികളുടെ ഇടയിൽ ഇങ്ങനൊരു മടുപ്പ് വരാൻ കാരണമാകുമോ? സ്ത്രീയെ സംബന്ധിച്ച് ഈ രീതിയിൽ അന്യ പുരുഷനോട് താല്പര്യം കാണിക്കുന്നത് പങ്കാളിയോടുള്ള താല്പര്യക്കുറവിൻ്റെ സൂചനയാണ്. എന്നാൽ പുരുഷൻ്റെ കാര്യത്തിൽ അങ്ങനല്ല. അവർക്ക് പങ്കാളിയോട് താല്പര്യമുണ്ട്, സ്നേഹമുണ്ട്, ആകർഷണമുണ്ട്. എങ്കിലും സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയെ കാണുമ്പോൾ അവർ ആകർഷിക്കാറുണ്ട്, താല്പര്യം കാണിക്കാറുണ്ട്, ആ രീതി നോക്കാറുണ്ട്. അതിന് കാരണം രണ്ട് ജെൻഡറിൻ്റെ വ്യത്യാസമാണ് കേട്ടോ. പുരുഷനെ സംബന്ധിച്ച് മാനസികമായിട്ട് വലിയ അടുപ്പമൊന്നുമില്ലെങ്കിലും ഒരു സ്ത്രീയിൽ അവർക്ക് സംതൃപ്തി കണ്ടെത്താൻ പറ്റും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനല്ല. അവർക്ക് മാനസികമായിട്ട് കുറച്ച് അടുപ്പമുള്ളവരുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് സന്തോഷവും സംതൃപ്തിയും കൂടുതലായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ചെയ്യുന്ന സമയത്തുള്ള വ്യത്യാസം, താല്പര്യമായിട്ടൊരു കാര്യം ചെയ്യുന്നതും താല്പര്യമില്ലാതെ ചെയ്യുന്നതുമായിട്ട് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അതുപോലെ ജോലി സംബന്ധമായ കാരണത്താൽ രണ്ടുപേരും രണ്ട് സ്ഥലത്തായി പോന്നു, ബന്ധപ്പെടാൻ പറ്റുന്നില്ല. അത് നിരാശയ്ക്ക് വഴി വരുന്നില്ല. കാരണം രണ്ടു പേരുടെ മനസ്സും അതനുസരിച്ച് കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒന്നിച്ചുള്ളവരെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ ഒരു പരിഹാരത്തിനായി ശ്രമിക്കുന്നത് നല്ലതാണ്.
ആക്ച്വലി മനസ്സാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് പങ്കാളിയുടെ സാഹചര്യം ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുവാണെങ്കിൽ മാത്രം നമ്മൾ ബോധർ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഓരോരുത്തരും പല സാഹചര്യത്തിലും പല രീതിയിലും പെരുമാറും. അങ്ങനെയുള്ളതിനെ നമ്മൾ ഈ രീതി കാണേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ പങ്കാളികൾ തമ്മിൽ എപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കണം, എല്ലാ ദിവസവും ഇതിന് തയ്യാറാകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം വരുന്നതിന് ഓരോരുത്തർക്കും ഓരോ കാരണമാണ്. പ്രധാനമായിട്ടും വീടുകളിലെ സാഹചര്യം, ഓരോ വീടുകളിലെ സാഹചര്യവും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ പങ്കാളിയുടെ ലൈഫ് സ്റ്റൈൽ അത് മറ്റേയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് മറ്റ് പല കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ മാത്രമേ ലൈംഗികതയിൽ സംതൃപ്തി കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അതുപോലെ ചില വ്യക്തികളുടെയൊക്കെ ഇൻഫ്ലുവൻസ് ഇതിന് കാരണമാകാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ ചില കാര്യങ്ങൾ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണവും പരിഹാരവും കൂടെ മറ്റൊരു ഓഡിയോയിൽ പറയാം കേട്ടോ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.